ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലാരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടൊരു തുറന്ന യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് അമേരിക്കയുടെ നിലപാട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് അവരുടെ നിലപാട്. UN-യും ഐക്യരാഷ്ട്രസഭയുടെയും നിലപാട് ഇത് തന്നെയാണ്. ചർച്ച ചെയ്യണം, പരിഹരിക്കണം, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത്, സംഘർഷം ഉടലെടുക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ, UK പോലുള്ള രാജ്യങ്ങളാണ്. UK പാർലമെൻറ്റിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു MP പറഞ്ഞത് പാകിസ്ഥാൻ കശ്മീരിൽ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോഴും തീവ്രവാദ ക്യാമ്പുകളുണ്ട്, അവയെല്ലാം തകർത്തെറിയണം, ഭീകരവാദത്തിനെ ചെറുക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കും, എല്ലാ സഹായവും നൽകാമെന്നാണ്. ഇതേ നിലപാട് റഷ്യയും ആവർത്തിച്ചിട്ടുണ്ട്. അതിനു പുറമെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ, UAE, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, സൗദി അറേബ്യ അടക്കം. ഇനി ഇറാൻ്റെ കാര്യം. ഇറാൻ ഇതിലൊരു മധ്യസ്ഥ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി പാകിസ്ഥാനൊപ്പവും നിൽക്കുന്ന, പിന്തുണ നൽകുന്ന രാജ്യങ്ങളുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ആവശ്യമായിട്ടുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് പക്ഷം പിടിക്കുന്നവർ. അതിൽ പ്രധാനികളാണ് ചൈനയും തുർക്കിയും, ഒപ്പം കസാക്കിസ്ഥാനുമുണ്ട്. ഇതിൽ തന്നെ ചൈനയും തുർക്കിയും പാകിസ്ഥാന് നേരിട്ട് സൈനിക സഹായങ്ങൾ നൽകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അവർക്ക് പിന്നിലവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുള്ള കാര്യം തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭയിലും വ്യക്തമാക്കിയിട്ടുണ്ട്.